2024 ജനുവരി 1 തിങ്കൾ, 2030 ജനുവരി 1 ഏത് ദിവസം? ഇതാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ മാസവും ഡേറ്റും സെയിം ആണെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും. മാസവും ഡേറ്റും സെയിം ആണ്, വർഷം ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതിയാകും. ഒന്ന്, വ്യത്യസ്തമായ വർഷങ്ങൾ. നിങ്ങൾ ആ വർഷത്തിന്റെ വ്യത്യാസം എടുക്കുക. അതായത് 2030 2024 തമ്മിലുള്ള വ്യത്യാസം എത്ര? 6. അടുത്തത് 2024 ജനുവരി 1-നും 2030 ജനുവരി 1-നും ഇടയിൽ എത്ര ഫെബ്രുവരി 29 വരും എന്ന് അന്വേഷിക്കുക. ഫെബ്രുവരി 29 വരുന്നത് അതിവർഷങ്ങളിലാണ്. അതിവർഷങ്ങളെ തിരിച്ചറിയാനും എളുപ്പമാണ്. അവസാനത്തെ 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആയാൽ അത് അതിവർഷം എന്ന് വെച്ചാൽ 2024 ഒരു അതിവർഷമാണ്. ഓക്കെ, പിന്നെ 2028 അടുത്ത അതിവർഷമാണ്. അതായത് 2024 കഴിഞ്ഞാൽ അടുത്ത അതിവർഷം 2028 ആണ്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള അതിവർഷം 2032 ആണ്. ഈ ഡേറ്റ് കഴിഞ്ഞു പോകും. ഇപ്പൊ 2024 ജനുവരി 1 തൊട്ട് നോക്കുമ്പോൾ ഉറപ്പായിട്ട് 2024 ഫെബ്രുവരി 29 ഇടയ്ക്കുള്ളതല്ലേ, 2028 ഫെബ്രുവരി 29 ഇടയ്ക്കുള്ളതല്ലേ. ടോട്ടലി എത്ര എണ്ണം ഉണ്ട്? 2. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 8 കിട്ടും. അപ്പൊ ഈ 2 നമ്പർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഏതൊക്കെയാണ് ആ 2 നമ്പർ? ഒന്ന്, വർഷങ്ങളുടെ വ്യത്യാസം. 2, ഇതിനിടയ്ക്ക് വരുന്ന ഫെബ്രുവരി 29കളുടെ എണ്ണം. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 8 കിട്ടും. ഈ 8 എടുത്ത് ഇവിടെ കൂട്ടിയാൽ ഉത്തരം. ഓക്കെ, ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് 8 ഒക്കെ കൂട്ടാൻ വയ്യ എങ്കിൽ നിങ്ങൾ 8 ഒരു 7-ൽ കൂടുതൽ ഉള്ള സംഖ്യയാണെങ്കിൽ നിങ്ങൾ 8-നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1 7 7, ബാക്കി 1 കിട്ടും. എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അത് നിങ്ങൾ കൂട്ടിയാലും മതിയാവും. അതായത് എത്ര ദിവസം കിട്ടുന്നോ, ഇത് കൂട്ടപ്പോൾ എത്ര കിട്ടുന്നോ അതിനെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. ആ കിടക്കുന്ന നമ്പർ ഈ കിടക്കുന്ന സംഖ്യ ദിവസത്തോടൊപ്പം കൂട്ടിയാൽ ഉത്തരം. തിങ്കളിനോടൊപ്പം 1 കൂട്ടിയാൽ തിങ്കൾ കഴിഞ്ഞ 1 ദിവസം ചൊവ്വ, തിങ്കൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ചൊവ്വ. അപ്പൊ നമ്മുടെ ആൻസർ ചൊവ്വ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഉണ്ട്, ഓപ്ഷൻ ബി ഉത്തരം.